ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 25 ബുധനാഴ്ചയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള ആക്രമണം 5 ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇതോടെ ഇന്ത്യൻ വിപണികളെല്ലാം നല്ലൊരു റാലിയാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഇനി FISന്റെ സെല്ലിങ്ങിനെ സംബന്ധിച്ചാണ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത്. അവരുടെ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് മാർച്ച് മാസത്തിൽ 1 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു. മുൻപ് 1 ലക്ഷത്തിന് മുകളിലുള്ള ഒരു സെല്ലിംഗ് വന്നിരുന്നത് കഴിഞ്ഞ 2024 ഒക്ടോബർ മാസത്തിലായിരുന്നു. ഇനി DISന്റെ ഭാഗത്തു നിന്നും വലിയ ഒരു ബൈയിങ് തന്നെയായിരുന്നു മാർച്ച് മാസത്തിൽ കാണാൻ കഴിഞ്ഞത്. 1,14,000 കോടിക്ക് മുകളിലുള്ള ഒരു ബൈയിങ് അവർ ക്യാഷ് മാർക്കറ്റിൽ നടത്തി. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികൾ നല്ല നേട്ടത്തിലാണുള്ളത്. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിരിക്കുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 3.29% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റും 3% മുകളിലുള്ള ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇന്ന് നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,185 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 250 പോയിന്റ്സിലേറെയുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി വാറിന്റെ ടെൻഷനുകൾ കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെ വന്നു തുടങ്ങിയപ്പോൾ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $100 താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $98 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 5.5% ഇടിവിലാണുള്ളത്. ഇനി ഇന്ന് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഒന്നൊരു പോസിറ്റീവ് വാർത്തയുമാണ്, ഒന്നൊരു നെഗറ്റീവ് വാർത്തയുമാണ്. ആദ്യം ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയിലേക്ക് പോകാം. ഹോർമസ് കടലെടുക്ക് 2 ഇന്ത്യൻ LPG കാരിയറുകൾ കടന്നു എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതേസമയം നെഗറ്റീവായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഗോൾഡ്മാൻ സാച്ചസ് ഫിനാൻഷ്യൽ ഇയർ 2026 ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 7% നിന്ന് 5.9% കുറച്ചിരിക്കുന്നു. ഇനി വെസ്റ്റ് ഏഷ്യൻ വാറുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് നേട്ടത്തിലാണ്. 1% മുകളിലുള്ള നേട്ടത്തിലാണ് S&P 500 ട്രേഡ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ HDFC ബാങ്ക് 1% ഇടിവിലായിരുന്നു. ICICI ബാങ്ക് 1.5% ഇടിവിൽ. കൂടാതെ ടെക് സൈഡിൽ ഇൻഫോസിസ് 1.5% ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ വിപ്രോ 2.78% ഇടിവിലായിരുന്നു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.75% ഇടിഞ്ഞു. ഇനി യൂറോപ്യൻ വിപണികൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ ഇന്നലെ ഒരു സെൽ ഓഫ് ആണ് കണ്ടത്. 1,04,800 എന്ന നിലയിലാണ് പവന് ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. $70,000 ട്രേഡ് ചെയ്യുന്നു. ഏതായാലും നമുക്ക് മാർക്കറ്റിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒത്തിരിയേറെ കണ്ടൻസ് നമ്മൾ കിട്ടാവുന്നതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ശേഖരിച്ചാണ് നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് വരാം. ഇന്ത്യയിലെ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 2025 ആദ്യമായി ഡിജിറ്റൽ മീഡിയ ടെലിവിഷനെ മറികടന്നിരിക്കുന്നു. ഇനി 2025 ഡാറ്റ എടുക്കാം. മൊത്തം മാർക്കറ്റ് സൈസ് 2.78 ലക്ഷം കോടി രൂപയാണ്. ഡിജിറ്റൽ മീഡിയയുടേത് 1,11,000 കോടി, ടെലിവിഷൻ 61,700 കോടി, പ്രിന്റ് മീഡിയ 25,900 കോടി, ഫിലിംസ് 20,500 കോടി രൂപ, ഓൺലൈൻ ഗെയിമിംഗ് മീഡിയയിൽ 19,500 കോടി എന്നിങ്ങനെയാണ്. അതായത് ഡിജിറ്റൽ മീഡിയ മാത്രം 30.5% വളർച്ചയാണ് 2025 നേടിയത്. ഇനി 2026 പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2.86 ലക്ഷം കോടി രൂപയാവും. ഡിജിറ്റൽ മീഡിയ 1,30,100 കോടി രൂപയിലും, ടെലിവിഷൻ 58,700 കോടി രൂപയിലും, ഫിലിംസ് 22,400 കോടി രൂപയും, ഓൺലൈൻ ഗെയിമിംഗ് 7,400 കോടി രൂപയും ആവാനാണ് സാധ്യത കാണുന്നത്. ഇവിടെ 2025 26 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഡിജിറ്റൽ മീഡിയ വളരെ ശക്തമായിട്ട് വളരുന്നുണ്ടെങ്കിലും ടെലിവിഷൻ മേഖല തുടർച്ചയായിട്ട് ഒരു ഇടിവിലേക്ക് പോകുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. ഇനി 2028 പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഞെട്ടിക്കുന്നതാണ്. മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനായി വരുന്നത് 3.34 ലക്ഷം കോടി രൂപയാണ്. ഡിജിറ്റൽ മീഡിയയുടേത് 1,64,000 കോടി രൂപയും, ടെലിവിഷൻ മേഖലയുടേത് 53,500 കോടി രൂപയുമാണ്. പ്രിന്റ് മീഡിയ 26,400 കോടി രൂപയും, ഫിലിംസ് 25,300 കോടി രൂപയും,
ലൈവ് ഇവന്റ് 19,600 കോടി രൂപയും ആകും. അതായത് 2028ഓടെ ഡിജിറ്റൽ മീഡിയയുടെ പങ്ക് 53% ഉയരും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. കാരണം അവരുടെ ജിയോ സിനിമ കൂടാതെ വിയാകോം 18 തുടങ്ങിയവയെല്ലാം അവരുടെ അണ്ടറിലാണ്. അതുകൊണ്ട് ഈ OTT പ്ലാറ്റ്ഫോംസും കൂടാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഗുണം റിലയൻസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആപ്പിൾ ഇന്ത്യ എന്ന കമ്പനിക്കും അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ OTT പ്ലാറ്റ്ഫോമുകളിലും ഒക്കെയുള്ള സൺ TV നെറ്റ്വർക്ക് 18 തുടങ്ങിയ കമ്പനികൾക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. ഈ കമ്പനികളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിന്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം പോസിറ്റീവ് സെന്റിമെന്റ്സിൽ വരുന്ന കുറച്ച് സ്റ്റോക്കുകളാണ് ആദ്യം പറയുന്നത്. വെൽപ്സോൺ കോർപ്പ് എന്ന കമ്പനിയാണ്. കമ്പനി USA സബ്സിഡറി വഴി എപ്പിക് എന്ന കമ്പനിയിൽ 22% സ്റ്റേക്ക് വാങ്ങി. ഇതിലൂടെ അവരുടെ മിഡിൽ ഈസ്റ്റിലെ മാർക്കറ്റ് എക്സ്പോഷർ കൂടും. ഇനി സൈഗാൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. 298 കോടി രൂപയുടെ പ്രൊജക്ട്സ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഓർഡർ. മറ്റൊരു കമ്പനി JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയാണ്. പുതിയ മാനേജിംഗ് ഡയറക്ടറായി അമൻ മേത്തയെ നിയമിച്ചു. മറ്റൊരു കമ്പനി തോമസ് കുക്ക് ഇന്ത്യ എന്ന കമ്പനിയാണ്. ട്രാവൽ AI പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ ഒരു ജോയിന്റ് വെഞ്ചറുമായി കമ്പനി ഒപ്പുവെച്ച് കഴിഞ്ഞു. അടുത്ത് വാരി എനർജീസ് എന്ന കമ്പനിയാണ്. സബ്സിഡറിയുടെ സ്റ്റേക്ക് 64% നിന്ന് 75% കൂട്ടി. അടുത്തത് NTPC ഗ്രീൻ എനർജി എന്ന കമ്പനിയാണ്. നെക്സ്ട്രാ ഡാറ്റയുമായി റിന്യൂവബിൾ എനർജി ഡീല് കമ്പനി ഒപ്പുവെച്ചു. ഡാറ്റാ സെൻറ്റർ ഡിമാൻഡ് ഫ്യൂച്ചറിൽ ഉയരാനുള്ള സാധ്യതയാണുള്ളത്. കമ്പനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. അടുത്ത TVS മോട്ടോഴ്സ് എന്ന കമ്പനിയാണ്. കമ്പനി 12 രൂപ ഇൻട്രിം ഡിവിഡൻഡ് ആയി പ്രഖ്യാപിച്ചു. ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. സൈഗാൾ ഇന്ത്യ എന്ന കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള വാർത്ത 207 കോടി രൂപയുടെ ടെൻഡർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ 810 കോടി രൂപയ്ക്കാണ് FIAs സെല്ല് ചെയ്ത്. DIs ആവട്ടെ 5,867 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 22,912 400 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ തിങ്കളാഴ്ച ഫോമായിട്ടുള്ള ആ ഒരു ലോങ് ബിയറിഷ് ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ രാവിലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചെങ്കിലും പിന്നീട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഒരു ഡൗൺ ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലെ 22,986 കംഫർട്ടബിൾ ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ലെവലിന് മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു ബുള്ളിഷ്നെസ് ഒന്നും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നില്ല. നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയിരിക്കുന്ന ഡെയിലി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലാണ്. ഇൻഡിസിഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് ചാർട്ട് പാറ്റേൺ തന്നെയാണ് കാണുന്നത്. ലോവർ ടോപ്പ് ബോട്ടം ഫോർമേഷൻ ആണ് ഇപ്പോഴും ഫോം ആവുന്നത്. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,606-ൽ 1,168 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ഒരു ഡോജി ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ 2 ദിവസം മുൻപ് ഫോമായ ആ ഒരു ബീറിഷ് ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്തിട്ടുമില്ല. അപ്സൈഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർച്ച് 23-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 51,327 ആണ്. ആ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം നമ്മൾ കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500-ഉമാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തു പോയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്.
എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.